ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവജനമേ, സാത്താൻ വളരെ തന്ത്രത്തിൽ നമ്മുടെ ഉള്ളിൽ കയറി പറ്റും. സിനിമ, സോഷ്യൽ മീഡിയ, TV സീരിയൽ ഒക്കെ കാണുമ്പോൾ ഇതാണ് ജീവിതം എന്ന ചിന്തയായിട്ടാവും ചിലപ്പോൾ അത്. ഒരുത്തൻ കയറിയാൽ ഒരു പിടി എണ്ണത്തെ കൂടെ കൊണ്ടുവരികയും ചെയ്യും. അവനാകും അകത്തിരുന്ന് നമ്മെ ഭരിക്കുക. അതുകൊണ്ട് അവിരാമമായ ഒരു വിടുതൽ ശുശ്രൂഷ നമ്മളുടെ ഉള്ളിൽ നടക്കണം. വചനധ്യാനങ്ങളിൽ, വചന പ്രഘോഷണങ്ങളിൽ അത് നടക്കുന്നു. ദൈവവചനം പഠിച്ച് ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പിശാചിനെ ഓടിക്കാനാകും. വചനം ഇരുതല മുനവാൾ ആണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ബുദ്ധി കൊണ്ട് മാത്രം തരണം ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ല സഹോദരങ്ങളെ. ദൈവകുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ നമുക്ക് വിജയമുണ്ട്. നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഗലാത്യ 1:15. ഈശോ പറഞ്ഞിട്ടുണ്ട്, അവിടുന്നാണ് നമ്മെ തിരഞ്ഞെടുത്തത്, നാം അവിടുത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നില്ല. നാം സമാധാനം കണ്ടെത്തേണ്ടത് കർത്താവിലാണ് സഹോദരങ്ങളെ. അതിന് അവൻ നമുക്ക് തന്ന ഒരു ഉറപ്പുണ്ട്. ആരെല്ലാം നമ്മെ വിട്ടുപോയാലും നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നാം ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ലോകത്ത് ഞെരുക്കങ്ങളുണ്ടാവും എന്നും അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ധൈര്യമായിരിക്കുവീൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് യോഹന്നാൻ 16:31 കർത്താവ് നമ്മോട് അരുളി ചെയ്തു. ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ ജീവനുള്ള ദൈവം. ഒരു നല്ല ദിവസം ദൈവം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.